من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليه فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ സൂചിപ്പിച്ച ഒരു സംഭവം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഇടക്കിടക്ക് സന്ദർശിക്കാറുള്ള ഒരു ചെറുപ്പക്കാരനെ കുറിച്ച്. ഉമർ ഇബ്നു ഖത്താബിൻ കൂഫയിലെത്തുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വരും, അദ്ദേഹത്തെ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ. കുറച്ചു ദിവസം അദ്ദേഹത്തെ കാണാതെ ആയപ്പോ ഉമർ ഇബ്നു ഖത്താബ് അദ്ദേഹം എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അദ്ദേഹം വലിയ മദ്യപാനിയായി മാറിയിരിക്കുന്നു, അയാള് ഡ്രഗ് അഡിക്റ്റായി മാറിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പള്ളിയിലൊന്നും വരാറില്ല, നമസ്കാരങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല. അയാള് മുഴുക്കുടിയനായി എല്ലാ സമയങ്ങളിലും മദ്യത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് ആളുകൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്റെ എഴുത്തുകാരനെ വിളിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ എഴുത്തുകാരനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മിൻ ഉമർ ഇബ്നു ഖത്താബ്, ഉമർ ഇബ്നു ഖത്താബിൽ നിന്ന് ലി ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാൽ ഇന്ന വ്യക്തിക്കുള്ള അറിയിപ്പ് അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള നിലയ്ക്ക്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിൽ എഴുതാൻ ആവശ്യപ്പെട്ടത് പരിശുദ്ധ ഖുർആനിൽ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ ഈ ആയത്തുകളാണ്. ഗാഫിരിദ് ദംബ് വഖാബിലിത് തൗബ് ശദീദിൽ ഇഖാബ് ദിത്തൗൽ ലാ ഇലാഹ ഇല്ലാഹു ഇലൈഹിൽ മസീർ. ഈ ആയത്ത് എഴുതി കൊടുക്കാൻ, അത് മാത്രമാണ് അതിലെ കണ്ടന്റ്. വലിയൊരു ലേഖനോ വലിയൊരു കുറിപ്പൊന്നും അല്ല. ഇതെഴുതി ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ച് ആ ചെറുപ്പക്കാരന് എത്തിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അയാൾ ഈ എഴുത്തിങ്ങനെ വായിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബിൽ നിന്ന് എനിക്കുള്ള ഒരു കത്ത്, എന്നോട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് എന്നോട് ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു പുറത്തു തരുമെന്ന് പറയുന്ന കാരുണ്യത്തെക്കുറിച്ചും എന്നെ ഉമർ ഇബ്നു ഖത്താബ് ഓർമ്മിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ഞാൻ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ഞാൻ ഒരിക്കലും ഇനി മദ്യത്തിലേക്ക്, ലഹരിയിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് അദ്ദേഹം ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതറിഞ്ഞ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് തെറ്റിപ്പോകുന്ന ഒരാളെ, പിഴച്ചു പോകുന്ന ഒരാളെ,
ഏതെങ്കിലും നിലക്ക് വഴികേടുകളിൽ അകപ്പെട്ടു പോകുന്ന ഒരാളോട് നിങ്ങൾ ഈ രൂപത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള ഒരു വിശ്വാസി, ഒരു മുസ്ലിം, സർവശക്തനായ അള്ളാഹു ഉണ്ട്, അള്ളാഹു പറഞ്ഞയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ, മരണമുണ്ട്, പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, വിചാരണയുണ്ട് എന്നൊക്കെ വിശ്വാസമുള്ള ഈമാനുള്ള മുഅ്മിനീങ്ങളായ നമുക്ക് ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ നമുക്കതിലുള്ള പാഠമെന്താണ്? നമുക്കത് നൽകുന്ന സന്ദേശം എന്താണ്? ഏത് തിരിച്ചറിവാണ്, ഏത് തരത്തിലുള്ള ബോധമാണ് ഓരോ സംഭവങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്നത്? അങ്ങനെ ഒരു മനസ്സാണ്, ആ രൂപത്തിലുള്ള ഒരു സമീപനമാണ് നാട്ടിൽ നടക്കുന്ന സംഗതികളോടും സംഭവങ്ങളോടൊക്കെ നമുക്കുണ്ടാവേണ്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും കുറ്റവാളിയെയും കുറ്റകൃത്യങ്ങളെയും ഈ രൂപത്തിലാണ് ചികിത്സിച്ചതായി നമുക്ക് കാണാൻ കഴിയുക. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, വ്യഭിചരിക്കാൻ അനുവാദമുണ്ടോ എന്ന്. ഞാനൊരു ചെറുപ്പക്കാരനാണ്, എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദമുണ്ടോ? എനിക്ക് വ്യഭിചരിക്കണം, അതിന് അനുവാദം നൽകണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാം വന്ന് പറയാവുന്ന ഒരു പ്രവാചകൻ, നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള എന്ത് സ്വകാര്യങ്ങളാണെങ്കിലും അതൊക്കെ വന്ന് പറയാവുന്ന, വിശ്വസിച്ചു പറയാവുന്ന ഒരു മാർഗദർശനം തരും, ഒരു വഴി പറഞ്ഞു തരും. നമ്മൾ അകപ്പെട്ട ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള നിലക്ക് പ്രതീക്ഷയോടുകൂടെ ആളുകൾക്ക് വന്ന് വർത്തമാനം പറയാൻ പറ്റിയ ഒരു പ്രവാചകൻ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനെ ട്രീറ്റ്മെന്റ് നൽകുന്നത്, ഒരു ചികിത്സ നൽകുന്നത്. റസൂൽ ചികിത്സിക്കുന്നത് അയാളുടെ മനസ്സിനെയാണ്. അല്ലാണ്ട് റസൂൽ അയാളോട് സംസാരിക്കുന്നത് വ്യഭിചരിക്കുക, ഒരു സ്ത്രീയെ വ്യഭിചരിക്കുക എന്ന് പറയുമ്പോൾ സ്വന്തം ഉമ്മയോട് നമുക്ക് അങ്ങനെ തോന്നുമോ? നമ്മുടെ മകളോടോ, നമ്മുടെ സഹോദരിയോടോ, നമ്മുടെ മാതൃ സഹോദരിയോടോ? അല്ലാണ്ട് റസൂൽ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ഒരു സ്ത്രീ, നിങ്ങളുടെ ഭാര്യയല്ലാത്ത നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ഒരു സ്ത്രീ, അവരൊരു ഉമ്മയാണ്, അല്ലെങ്കിൽ അവർ ഒരു മകളാണ്, അതൊരു സഹോദരിയാണ്, അതൊരു അമ്മായിയാണ്, അതൊരു ഇളയമ്മയാണ്, അതൊരു മൂത്തമ്മയാണ്. നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന, നിങ്ങളുടേതല്ലാത്ത നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്ന ഒരു സ്ത്രീ ഇതിൽ ഏതെങ്കിലും ഒരു പദവിയുള്ളവളാണ്. അങ്ങനത്തെ ഒരു സ്ത്രീയോടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു സമീപനം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനോട്, നീ നശിച്ചുപോയി, നീ പഴച്ചുപോയി, നീ ഇല്ലാണ്ടായി എന്ന രീതിയിലല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരനെ ചികിത്സിക്കുകയാണ്. ഒരു കുട്ടി തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് ചക്ക മുറിക്കാനാണ് എന്ന് പറഞ്ഞ് ആയുധമായി കൊണ്ടുവന്ന് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുന്നു. വാർത്ത നമ്മൾ കേൾക്കുന്നു, വായിക്കുന്നു. ആ കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ്, മാരകമായ രീതിയിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഇത് ഒരു ദിവസവും 2 ദിവസവും ഇങ്ങനെ ന്യൂസ് ചാനലുകളിൽ, ലൈം ലൈറ്റിൽ, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ, വലിയ വെണ്ടക്കകളിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യും. ഈ സമയത്തൊക്കെ ലഹരിയെക്കുറിച്ചും മദ്യപാനത്തെക്കുറിച്ചും നാട്ടിൽ വലിയ അഭിപ്രായങ്ങളും ചർച്ചകളും നിലപാടുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സാധാരണ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരാൻ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് ദൂരമില്ല എന്നൊരു വസ്തുത. ഈ സംഭവിച്ചു പോയൊരു കുട്ടി, ആ കുട്ടിയാണ് വലിയ കുറ്റവാളി എന്നുള്ള രീതിയിലല്ല. ഞാൻ അവൻ ചെയ്ത തെറ്റ്, ഉമ്മയെ കൊന്നത്, ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നിസ്സാരമായ കാര്യമാണ് എന്ന അർത്ഥത്തിലല്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു? എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുള്ള ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു വിപത്തിലേക്ക് പോയിപ്പെടുന്നത്? ഇങ്ങനെയുള്ള അപകടകരമായ വഴികളിൽ സഞ്ചരിക്കുന്ന കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടോ? നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ പിഴച്ചു പോകുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ ഡ്രഗ് അഡിക്റ്റായി പോകുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ ലഹരി മാഫിയയുടെ വലകളിൽ പെട്ടുപോകുന്നുണ്ടോ?
നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള കുട്ടികൾ അനാവശ്യങ്ങളിലും അധാർമികതകളിലും അകപ്പെട്ടു പോകുന്നുണ്ടോ? ഇതൊന്നും ഇല്ലാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ ഒരു ഉപ്പ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വെച്ച മതിൽക്കെട്ടെന്നാണ്. ഇങ്ങനെ പെട്ടുപോകാതിരിക്കാൻ നമ്മുടെ കുട്ടിയുടെ ചുറ്റും നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള സംരക്ഷണ കവചമെന്താണ്? ഏതോ ഒരു നാട്ടിലെ കുട്ടിക്ക് സംഭവിക്കുന്ന സമാനമായ ഒരു സംഗതി എന്റെ വീട്ടിലെ 18 വയസ്സുള്ള 20 വയസ്സുള്ള 25 വയസ്സുള്ള 17 വയസ്സുള്ള 19 വയസ്സുള്ള ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്ത് ശ്രദ്ധയാണ്, ഞാൻ എന്ത് സൂക്ഷ്മതയാണ്, ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, വാപ്പ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട്, മദ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യത്തെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ 91-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിയ ബൈനകുമുൽ വദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസർ. ചൂതാട്ടം കൊണ്ടും മദ്യം കൊണ്ടും ഒക്കെ നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ രൂപത്തിലുള്ള വ്യക്തിവിരോധങ്ങളും ശത്രുതകളുമാണ്. ആത്യന്തികമായ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വദാവത്താണ്. മദ്യപിച്ചാൽ ആത്യന്തികമായി ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി പറയും വദാവത്ത്. ഒരു ശത്രുത തോന്നല, ഒരു വിരോധം തോന്നല. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുക. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്. പിന്നെ അയാൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവില്ല, അയാൾക്ക് ദീൻ ഉണ്ടാവില്ല. ഒരാൾക്ക് ലഹരി ഉണ്ടായാൽ പിന്നെ അയാൾക്ക് ദീൻ ഉണ്ടാവില്ല, അയാൾക്ക് പടച്ചുണ്ടാവില്ല. വയസുദ്ദക്കും അൻ ദിക്രില്ലാഹ്. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് ലഹരി ഒരു മനുഷ്യൻ തടയും. അനിസ്വല, അയാൾക്ക് നിസ്കാരം ഉണ്ടാവില്ല, നമസ്കാരത്തിൽ നിന്ന് തടയും. ഫഹല്ലന്തും മുന്തഹൂൻ, ഫഹല്ലന്തും മുന്തഹൂൻ. 3 ഘട്ടങ്ങളിലായിട്ട് മദ്യം നിരോധിച്ചു എന്ന് പറയുന്ന പൂർണ്ണമായ മദ്യനിരോധനം പ്രഖ്യാപിച്ച ആയത്തിതാണ്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായ മദ്യനിരോധനം നടപ്പിലാക്കിയ ആയത്തിതാണ്. ആദ്യം മദ്യത്തിന്റെ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെപ്പറ്റി പറയുന്നു. 2ാമത് നമസ്കാര സമയത്ത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറയുന്നു. 3ാമത് മദ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ്, ലഹരിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഫഹല്ലന്തും മുന്തഹൂൻ, നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ, വിരമിക്കുന്നില്ലേ, നിങ്ങൾ മതിയാക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിപൂർണമായ മദ്യനിരോധനം, ലഹരി നിരോധനം പരിശുദ്ധ ഖുർആൻ നടപ്പിലാക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കള്ള് എന്ന് പറയുമ്പോ, ഖംറ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ അതിന് കള്ള് എന്നാ പറയാം. കള്ള് മാത്രമാണോ നിഷിദ്ധമായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ എല്ലാം ലഹരി ഉണ്ടാക്കുന്നത് കുല്ലു മുസ്കിരിൻ ഹറാം. എന്തൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി, 5 കാര്യങ്ങളാണ് ഒരു അമാനത്തായി പവിത്രതയുള്ളതായി പറയുകയും പരിപാലിക്കണം എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് ഒന്ന് മനുഷ്യന്റെ ജീവനാണ്, 2 സ്വത്താണ്. സമ്പത്ത് പവിത്രമാണ്, അത് നിങ്ങൾ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യരുത്. കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക. 3ാമത്തെ അഭിമാനാണ്. 4ാമത്തത് മനുഷ്യന്റെ ബുദ്ധിയാണ്. 5ാമത്തത് ദീനാണ്, വിശ്വാസമാണ്. ഇത് 5 കാര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. പവിത്രമായി നമ്മൾ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടുന്ന സംഗതികളാണ്. അന്യായമായി നശിപ്പിച്ചു കളയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് മനുഷ്യന്റെ ജീവനും സമ്പത്തും മനുഷ്യന്റെ ബുദ്ധിയും അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവുമായി അവന്റെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട വിലപ്പെട്ടതാണ് എന്നുള്ള നിലക്കാണ് ദീനിനെയും പരിശുദ്ധ ഖുർആൻ എണ്ണുന്നത്, അഭിമാനത്തെപ്പറ്റിയും പറയുന്നത്. ഈ 5 കാര്യങ്ങളാണ് തീർച്ചയായും പവിത്രമായ കാര്യങ്ങൾ. അതിൽ പെട്ടാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതൊന്നും, അതാണ് ലഹരിയോട് ഇത്ര കടുത്ത ഒരു സമീപനം പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കുന്നത് കാണാൻ കഴിയുക. ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു ഖംറിനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. വശാരിബഹ വസാഖിയഹ വബായിഹ വമുബത്താഇഹ വആസിറഹ വമുഅ്തസിറഹ വമുഅ്തസിറഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി.
ആർക്കൊക്കെയാണ്? ആൾക്കാരെ ചോദിക്കും, ഇങ്ങനെ ഹോട്ടലിലാണ് ജോലി, ഫത്വ ചോദിക്കും, ഹോട്ടലിലാണ് ജോലി, വലിയ ഹോട്ടലാണ്, സ്റ്റാർ ഹോട്ടലാണ്. അപ്പൊ അവിടെ പലപ്പോഴും ഇത് എടുത്തു കൊടുക്കേണ്ടി വരും. നമുക്ക് അവിടെ ഒരു ഡ്യൂട്ടി എന്നുള്ള നിലക്ക് ഇത് എടുത്തു കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഫത്വ ചോദിക്കും ആൾക്കാർ. ലോഡിംഗ് തൊഴിലാളിയാണ്, അപ്പോ നമ്മളിങ്ങനെ ബാറിലേക്ക് വരുന്ന ലോഡ് അത് ഇറക്കുന്നതിൽ തെറ്റുണ്ടോ? ആൾക്കാർ ഫത്വ ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അത് വഹിക്കുന്നത് മദ്യത്തെ ശപിച്ചതുപോലെ. അല്ലാഹ് മദ്യത്തെ ശപിച്ചു, കുടിക്കുന്നവനെ ശപിച്ചു, കുടിപ്പിക്കുന്നവനെ ശപിച്ചു, വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചു. അത് മദ്യം ഉണ്ടാക്കുന്നവനെ, ആരാണോ നമ്മളിപ്പോ തെങ്ങ് ചെത്തുമല്ലോ, ആ ചെത്തുന്നവനെ, പിഴിഞ്ഞെടുക്കുന്നവനെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചു. ആരിൽ നിന്നാണോ അതെടുക്കുന്നത്, നമ്മുടെ തെങ്ങ് കള്ള് ചെത്താൻ വേണ്ടി തെങ്ങ് കൊടുക്കാൻ പറ്റുമോ? ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ഫത്വകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശപിച്ചു. അത് വഹിക്കുന്നവനെ ശപിച്ചു. അത് ആർക്കു വേണ്ടി വഹിക്കപ്പെടുന്നുവോ അവരെ ശപിച്ചു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ശപിക്കപ്പെട്ടതാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ. ചിലര് പറയും അതിൽ മരുന്നുണ്ട് എന്ന് പറയും. ഇന്നഹു ലൈസ ബിദവാഇൻ ലാകിന്നഹു ദാഉ. നിങ്ങൾക്ക് ഖംറ്, എന്തെങ്കിലും ഇങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്, പക്ഷെ അതിലൊരു മരുന്നുണ്ട്, ഷിഫ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മരുന്നല്ലെന്ന് മാത്രമല്ല, അത് വലിയ രോഗമാണ്. ലഹരി ഉണ്ടാക്കുന്നത് എന്തും അത് മരുന്നല്ല, മാരകമായ രോഗമാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അള്ളാഹു ഒരു കരാർ ചെയ്തിരിക്കുന്നു, ആരെങ്കിലും മദ്യപിക്കുകയാണെങ്കിൽ അവൻ തീനത്തുൽ ഖിബാൽ, അയാൾ കുടിക്കേണ്ടി വരും. ദുനിയാവിൽ മദ്യപിക്കുന്നവൻ അവൻ തീനത്തുൽ ഖിബാൽ, അത് കുടിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അതെന്താണ് യാ റസൂലല്ലാഹ്, വമാ തീനത്തുൽ ഖിബാൽ, എന്താണ് അങ്ങനെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല അറഖു അഹ്ലുൻ നാർ, അത് നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ദ്രാവകമാണ്, അതവർ കുടിക്കേണ്ടി വരും എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വരുമ്പോ മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്കുള്ള മാരകമായ ശിക്ഷയെപ്പറ്റി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇത് നിഷിദ്ധമാണ് എന്നതിൽ നമുക്ക് ആർക്കും തർക്കമില്ല, അഭിപ്രായ വ്യത്യാസമല്ല. രണ്ട് കാര്യത്തിലാണ് നമുക്ക് സൂക്ഷ്മത ഉണ്ടാകേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ തൊട്ടടുത്തൊരു തലമുറയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? നമ്മൾ എന്ത് കാവലാണ്? സാധാരണ ചെത്തുകള്ള് കിട്ടുന്ന മദ്യഷോപ്പ് എഴുതി വെച്ച ഒരു കള്ള് ഷാപ്പ് കയറിയിട്ട് കള്ള് കുടിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതങ്ങനെ വ്യാപകമായി കാണൂല. അല്ലാത്തത്, ലഹരി വസ്തുക്കൾ, വളരെ മാരകമായത്, പ്രത്യക്ഷത്തിൽ അറിയാത്തത്, ഉപയോഗിക്കുന്നു എന്നുള്ള നിലയ്ക്ക് മണം വരാത്തത്, കള്ളുടിച്ചിട്ട് നമ്മളടുത്ത് വരുമ്പോ വായ മണത്താൻ മനസ്സിലാവും, പക്ഷെ ഇയാൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകാത്ത മാരകമായ രീതിയിലുള്ള മയക്കുമരുന്നുകൾ വ്യത്യസ്തമായ പേരുകളിൽ, ലേബിളുകളിൽ, കവറുകളിൽ മാർക്കറ്റിൽ വ്യാപകമായി വിതരണം ചെയ്യുന്ന, അത് എത്തിച്ചു കൊടുക്കുന്ന, അതുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരു വലിയ മാർക്കറ്റാണ് ലഹരിയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് അത് തകർത്ത് പെട്ടെന്നില്ലാതാക്കി ഇതൊക്കെ കൂടി നിരോധിച്ച് നിഷിദ്ധാക്കി രാജ്യവും ലോകം മുഴുവൻ രക്ഷപ്പെടും എന്നുള്ളതൊക്കെ അസംഭവ്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റിയ കാവലേർപ്പെടുത്തലാണ്, സംരക്ഷണം കൊടുക്കലാണ്. എന്താണ് കാവലെന്ന് പറയുന്നത്? കുട്ടി പുറത്തു പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ. പ്രായോഗികമല്ലല്ലോ, സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം. അവിടെ നിന്നൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എങ്കിൽ ഇവിടെയാണ് ഞാൻ ഈ സംസാരത്തിന്റെ ആരംഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കോട്ട് ചെയ്തത്. അബദ്ധത്തിൽപ്പെട്ട, ലഹരിക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നത്? വേണ്ടെന്ന് വെക്കുന്നത്, ഞാനിതാ പിന്തിരിയുന്നു, തൗബ ചെയ്യുന്നു, ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നൊരാൾ എങ്ങനെ പ്രഖ്യാപിക്കുന്നത്? അള്ളാനെ പറ്റി പറയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ആകെ ചെയ്തത്. ആ ചെറുപ്പക്കാരനോട് വലിയ നീണ്ട പ്രസംഗമൊന്നും നടത്തുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
മദ്യപാനം കൊണ്ടൊരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളുടെ എണ്ണമൊന്നും എണ്ണി പറയുന്നില്ല ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദീർഘമായി കള്ളു കുടിച്ചാൽ സാമ്പത്തികമായി നശിച്ച് തറവാട് മുഴുവൻ കുളം തോണ്ടുമെന്ന് ബോധവൽക്കരിക്കുകയല്ല ഉമർ ബിൻ ഖത്താബ് ചെയ്തത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത് സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ ആയത്ത്, ഗാഫിരിദ് ദംബ്, തെറ്റുകുറ്റങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹ്, ഗാഫിരിദ് ദംബ് വഖാബിലിത് തൗബ, തൗബയെ സ്വീകരിക്കുന്നവൻ അല്ലാഹ്, ഷദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവൻ അല്ലാഹ്, ദിത്തൗൽ, അനുഗ്രഹങ്ങളും സഹായങ്ങളും എല്ലാം നൽകുന്ന അനുഗ്രഹീതനായ റബ്ബ്, ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു രക്ഷിതാവില്ല, അവനല്ലാതെ ഒരാരാധ്യനില്ല. ഇലൈഹിൽ മസീർ, ഇലൈഹിൽ മസീർ, അവനിലേക്കാണ് നിന്റെ മടക്കം. എന്തൊക്കെയുണ്ടതില്? അതില് തൗഹീദുണ്ട്, പരലോകമുണ്ട്, അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ചുണ്ട്, അള്ളാഹുന്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുണ്ട്. എല്ലാം അടങ്ങിയ പരിശുദ്ധ ഖുർആൻ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ ആയത്ത് അത് എഴുതിയിട്ട് ആ ചെറുപ്പക്കാരന് കൊണ്ടുപോയി കൊടുത്തതിൽ നിന്ന് നമുക്കുള്ള പാഠം അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ചിന്തയാണ്, പരലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ് ഒരു മനുഷ്യനെ അധാർമികതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന പാഠമാണ് നമുക്ക് ഓരോരുത്തർക്കും ആ സംഭവത്തിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് മക്കൾക്ക് അതുണ്ടാകണം. അല്ലാഹ് എന്ന് പറഞ്ഞ മക്കൾക്ക് അറിയണം. എന്ത് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ കൂടെ മക്കളെ നമ്മൾ അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കണം, പരലോകത്തെ പറ്റി പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ അദാബും അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ ശിക്ഷയും അത് മക്കളെ പഠിപ്പിക്കണം. അത് അള്ളാഹ് കണ്ട മാർഗമാണ്. പടച്ചോന്റെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയാണ്. ഖുർആനിൽ അള്ളാഹു താക്കീതുകൾ നൽകുന്നു, മുന്നറിയിപ്പുകൾ നൽകുന്നു, അള്ളാഹു നൽകാൻ പോകുന്ന രക്ഷകളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സന്തോഷ വാർത്ത അറിയിക്കുന്നു. നദീറും ഈ ദുനിയാവിൽ വന്ന മുഴുവൻ പ്രവാചകന്മാരും അവർ നദീറുമാരാണ്, താക്കീത് നൽകുന്നവർ, മുന്നറിയിപ്പ് നൽകുന്നവർ. അതാണ് അള്ളാന്റെ രീതി. അതാണ് ഏത് മനുഷ്യനെയും സംസ്കരിക്കാൻ ഇത് മതി. അള്ളാഹുവിന്റെ കൃത്യമായ ശിക്ഷകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുക, അള്ളാഹു നൽകുന്ന രക്ഷയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുക. നദീറും ബഷീറുമാണ് എല്ലാ പ്രവാചകന്മാരും. അത് ആ മാർഗാണ് ആരെയും രക്ഷപ്പെടുത്താൻ. ഏത് കുട്ടിനെ, എത്ര അപകടത്തിലേക്ക് പെട്ടുപോയ കുട്ടിയെ അവിടുന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരാനും ഏത് വലിയ അപകടത്തിലും പെടാതെ നമ്മുടെ മക്കളെ സൂക്ഷിക്കാനും അവർക്ക് കിട്ടേണ്ടത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്, പരലോകത്തെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധമാണ്, അള്ളാഹുവിന്റെ നിയമത്തുകളെ കുറിച്ചും രക്ഷയെക്കുറിച്ചുള്ള അറിവുകളും ബോധങ്ങളുമാണ്. ഇത് നമ്മുടെ മക്കൾക്ക് നാം നൽകിയില്ലെങ്കിൽ വലിയ അബദ്ധത്തിലേക്കും അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു 4 ദിവസം നമ്മുടെ ഓർമ്മയിൽ ഇതൊക്കെ ഉണ്ടാകും. നമ്മളെല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോൾ എല്ലാവരും മറന്നുപോകും. കോയമ്പത്തൂരിൽ പഠിക്കുന്ന മക്കളിലെ മൂത്ത കുട്ടി ലീവിന് വീട്ടിൽ വന്നു. വീട്ടിലെ ആൺകുട്ടിയും പെൺകുട്ടിയും, വീട്ടിലെ ഇക്കാക്കയും അനുജനും, മൂത്ത കുട്ടിയും അനുജനും രാത്രിയായപ്പോ ഒരു റൂമിൽ കിടന്നുറങ്ങി. 12 മണി കഴിഞ്ഞപ്പോ റൂമിൽ നിന്ന് വലിയ നിലവിളി കേട്ടു. ഓടിച്ചെന്ന് വാതിലൊക്കെ തള്ളി തുറന്ന് ഉമ്മയുപ്പയും നോക്കുമ്പോ വലിയൊരു കടാര കയ്യിൽ വെച്ച് അനുജന്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലെത്തിയ മാരകമായ മയക്കുമരുന്നിന് അടിമപ്പെട്ട ചെറുപ്പക്കാരൻ സ്വന്തം അനുജനെ കുത്തി കൊലപ്പെടുത്തുന്നത് ഉമ്മയും വാപ്പയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരു കുട്ടി മരിക്കുന്നു, ഒരു കുട്ടി ജയിലിലേക്കും പോകുന്നു. ദുരന്തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് മാറ്റങ്ങൾ ഉണ്ടാകാൻ. ദുരന്തങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. പറയേണ്ട കാര്യം പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കേണ്ടുന്ന കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടോളും എന്ന് വിചാരിക്കരുത്. അള്ളാഹിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായാൽ, നിസ്കരിക്കണം എന്നുള്ള ബോധം ഉണ്ടായാൽ, പള്ളിയിൽ പോകണം എന്നുള്ള ബോധം ഉണ്ടായാൽ, ദീന് വേണം എന്നുള്ള ചിന്ത ഉണ്ടായാൽ അങ്ങനെയാണ് മക്കൾ രക്ഷപ്പെടുക, അങ്ങനെയാണ് മക്കളെ രക്ഷപ്പെടുത്താൻ കഴിയുക എന്ന് നമുക്ക് മനസ്സിലാകണം. അതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടണം. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് അത് കൃത്യമായ അളവിലും തോതിലും പകർന്നു കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിൽ നിന്ന് ഒന്നെനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വലിഹീങ്ങളിൽ, സദൂർത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ഓതിയ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 157-ാമത്തെ ആയത്താണ്. ആ ആയത്ത് ചെയ്യുന്നത് റസൂലിനെ പരിചയപ്പെടുത്താൻ. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യൽ ലദീ, ദൂതനായ പ്രവാചകനായ നിരക്ഷരനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആൻ പറയാം. ഇത് ഇൻജീലിലൂടെ, ഇത് വളരെ കൃത്യമായി തൗറാത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട, നിങ്ങൾക്ക് മുമ്പേ വിവരം നൽകപ്പെട്ട ഒരു പ്രവാചകനാണ്. ആരാണ് ആ പ്രവാചകൻ? ആ പ്രവാചകൻ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ, നല്ലതെല്ലാം കൽപ്പിക്കുന്ന, വേണ്ടാത്തതെല്ലാം വിരോധിക്കുന്ന ഒരു പ്രവാചകൻ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മെച്ചപ്പെട്ടതെല്ലാം, നിങ്ങൾക്ക് ഉപകാരമുള്ളതെല്ലാം ഹലാലാക്കുകയും നിങ്ങൾക്ക് ഉപദ്രവമുള്ള മ്ലേച്ഛമായതൊക്കെ ഹറാമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകൻ. വയലഉ അൻഹും ഇസ്റഹും വഅലല്ലതി കാനത് അലൈഹിം, നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കിത്തരുന്ന ഒരു പ്രവാചകൻ, നിങ്ങളുടെ മേലുള്ള ചങ്ങലക്കെട്ടുകളൊക്കെ പൊട്ടിച്ചു തരുന്ന ഒരു പ്രവാചകൻ. ഈ ആയത്ത് പരിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അറാഫിലെ 157-ാമത്തെ ആയത്ത് അല്ലാഹുവിന്റെ റസൂലിനെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ കാലത്ത് വേദക്കാരായ ആളുകളോട് പറയാണ്, ഈ പ്രവാചകൻ, തൗറാത്തിൽ ഈ പ്രവാചകനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇൻജീലിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവാചകന്റെ ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ദൗത്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് ഈ കാര്യങ്ങളാണ്. നല്ലത് കൽപ്പിക്കുക, തെറ്റായതൊക്കെ വിരോധിക്കുക, ഉപകാരമുള്ളതൊക്കെ ഹലാലാക്കുക, ഉപദ്രവമുള്ള മ്ലേച്ഛമായതൊക്കെ ഹറാമാക്കുക. അത് ചെയ്യുന്ന, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ ഇറക്കിത്തരുന്ന, ചങ്ങലക്കെട്ടുകളൊക്കെ പൊട്ടിച്ചു തരുന്ന ഒരു പ്രവാചകൻ എന്ന് റസൂലിനെ പരിചയപ്പെടുത്തണം. ഞാൻ ഈ ആയത്ത്, 1-ാം ഖുത്ബയുടെ തുടർച്ചയായി ഈ ആയത്ത് ഓതുന്നത് മദ്യത്തിന്റെ അപകടം, അത് നിഷിദ്ധമാക്കി, ഇസ്ലാം നിഷിദ്ധാക്കി. എന്തൊക്കെ ദുരന്ത മദ്യം കൊണ്ടുണ്ടാകുന്നത് നമുക്ക് മനസ്സിലാവും. വളരെ പെട്ടെന്ന് മദ്യം ഹറാമാക്കിയതിന്റെ യുക്തി നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ മദ്യത്തോട്, കള്ളിനോട്, ലഹരിയോട് സ്വീകരിക്കേണ്ടുന്ന കാര്യത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഒരേ നിലപാടുകൾ സ്വീകരിക്കും. ഞാൻ ഈ ആയത്ത് ഓതിയത് അള്ളാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയ എല്ലാറ്റിനോടും ഇതേ മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. കള്ളു കുടിക്കുന്നതിനോടുള്ള അതേ സമീപനമാണോ ബാങ്കിൽ നിന്ന് ഒരു 20,000 ഉറുപ്പ്യോ 10,000 ഉറുപ്പ്യോ ലോൺ എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ നിലപാട്? നമ്മുടെ പെൺകുട്ടിയെ നമ്മൾ കെട്ടിച്ചു കൊടുക്കുമ്പോ അയാള് ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്, ഹറാമായ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന വിവരം കിട്ടിയാൽ നമ്മളാരും നമ്മുടെ മകൾ ഒരിക്കലും കെട്ടിച്ചു കൊടുക്കൂല. 2 ലക്ഷം രൂപ ബാങ്കിലെ ലോണുള്ള, നിരന്തരം എല്ലാ മാസവും പലിശ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന കാരണം കൊണ്ട് മകളെ കൊടുക്കാതിരിക്കാൻ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഹറാമല്ലേ? രണ്ടും ഹറാമല്ലേ? കള്ളിന്റെ ഹറാമ് കനം കൂടുതലാണെന്നും പലിശന്റെ ഹറാമ് കുറച്ച് കനം കുറവാണെന്നും, അത് ആരാണ് ഈ അളവും കനമൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? എന്തിന്റെ മാനദണ്ഡം വെച്ചിട്ടാണ്? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താണ് നമുക്കുണ്ടാകേണ്ടുന്നൊരു മനോഭാവം? അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ അനുവദനീയമാക്കി തന്നോ അതിലെല്ലാം നന്മകൾ ഉണ്ടാവും. എന്തൊക്കെ റസൂൽ വിരോധിച്ചിട്ടുണ്ടോ അതിലെല്ലാം അപകടങ്ങൾ ഉണ്ടാവും. അത് കള്ള്, ലഹരിക്കടിമപ്പെട്ട് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ, പെറ്റമ്മാനെ കുത്തിക്കൊന്നില്ലേ, വെട്ടിക്കൊന്നില്ലേ, ഇത്ര വലിയ അപകടം വരുന്നൊരു സാധനമാണ് മദ്യം, ലഹരി. അതുകൊണ്ട് ഇസ്ലാം അത് നിഷിദ്ധമാക്കിയ സാധനമാണ്. അത് സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പലിശ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പ്രശ്നം നേർക്ക് നേരെ നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നതുകൊണ്ട് അതിന്റെ ഗൗരവം ലഘൂകരിക്കപ്പെട്ടുകൂടാ. അള്ളാന്റെ റസൂൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ദോഷങ്ങളെ വരൂ, ദുരന്തങ്ങളെ ഉണ്ടാവൂ, അപകടങ്ങളെ വരൂ. ആണും പെണ്ണും ഇടകലരാൻ പാടില്ല. ഇസ്ലാമിക നിയമമാണ്, അള്ളാന്റെ റസൂലിന്റെ നിയമമാണ്. വലിയ ചർച്ചകൾ നടക്കുകയാണ് നാട്ടില്. ഇസ്ലാമികമായ നിയമമാണ്. ഇഖ്തിലാത്ത് എന്ന് പറയുന്നത് ഇസ്ലാമികമായ നിയമമാണ്. അവിടെ പരിധികൾ വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ പറഞ്ഞപ്പോ അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാകാൻ പാടില്ല. ഇതിങ്ങനെ വളരെ ഗൗരവത്തോടെ റസൂല് ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു,
അള്ളാഹുവിന്റെ റസൂലെ ഭർത്തൃ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും എന്റെ ഭാര്യ എന്റെ ജ്യേഷ്ഠൻ അന്യ സ്ത്രീയാണ്, എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ എനിക്ക് അന്യ സ്ത്രീയാണ്. അപ്പൊ ഒരാൾ ചോദിക്കണേ, ഈ അന്യ സ്ത്രീ പുരുഷന്മാരിങ്ങനെ ഇടകലരാൻ പാടില്ല, തനിച്ചാകാൻ പാടില്ല. റസൂല് പറഞ്ഞാണ് അവര് തനിച്ചാകാൻ പാടില്ല. അപ്പൊ റസൂലെ ഭർത്തൃ കുടുംബത്തിൽപ്പെട്ടവർ ഒരു സ്ത്രീ മാത്രമുള്ളപ്പോ ഭർത്താവിന്റെ ജ്യേഷ്ഠനോ അനുജനോ അവിടെ വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞില്ല പ്രവാചകൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിച്ചൊരു വാക്കുണ്ട്, ആ സാഹചര്യം മരണതുല്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണതുല്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കതാണ്. മരണതുല്യമാണ് ആ സാഹചര്യം, മരിക്കുന്നതാണ് അതിനേക്കാൾ നല്ലത് എന്ന അർത്ഥത്തിൽ അല്ലാഹുവിന്റെ റസൂൽ മരണതുല്യമാണ് ആ സാഹചര്യം എന്ന് ഓർമ്മപ്പെടുത്തണം. അതിന്റെ ഗൗരവം പറയാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഷിദ്ധ അള്ളാന്റെ റസൂലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും പരിശുദ്ധ ഖുർആനും പടച്ചോനും നിഷിദ്ധമാക്കിയതെല്ലാം ദുരന്തങ്ങളാണ്. ഒരു കുട്ടി ഉമ്മാനെ കൊല്ലുന്നത് മാത്രവും അത് വലിയ അപകടവും ദുരന്തവും എന്ന രീതിയിൽ ഇതിനെ ചുരുട്ടിക്കെട്ടരുത്. ഹറാമാണെന്ന് പറഞ്ഞ നോട്ടം ഹറാമാക്കിയ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണുമ്പോ കള്ളുകുടി ഹറാമാണ് എന്ന് പറഞ്ഞതിന്റെ അതേ അളവാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ നഗ്ന ശരീരങ്ങൾ ആസ്വദിക്കല്ലേ, ഇത് തുല്യമാണ്. കള്ളുഷാപ്പ് കയറിയിട്ട് വെള്ളമടിക്കുന്നതിന്റെ അതേ അപകടമാണ് മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ ഒരു സ്ത്രീ ശരീരം ഒരു പുരുഷനിരുന്ന് ആസ്വദിക്കുന്നത്. തിരിച്ചാണെങ്കിലും എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെങ്ങനെ ചിലതിന് നമ്മളിങ്ങനെ നമ്മളായിട്ട് കനം കുറയ്ക്കുകയും ചിലതിന് ഭയങ്കര കട്ടിയും കനമുള്ള ഗൗരവപ്പെട്ടതാണ് ഇത് നമ്മൾ തീരുമാനിക്കുകയും ചെയ്ത. ഞാൻ അതിനാണ് ഈ ആയത്ത് ഓതിയത്. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുഹും ബിൽ മഅറൂഫ്, എന്തൊക്കെ നല്ലതുണ്ടോ അതൊക്കെ അവരോട് കൽപ്പിച്ചൊരു പ്രവാചകൻ. വയൻഹാഹും അനിൽ മുൻകർ, അവർക്ക് ദോഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരോട് വിരോധിച്ച് നിഷിദ്ധമാക്കിയ പ്രവാചകൻ. രണ്ടാമത് വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, നല്ലതൊക്കെ റസൂൽ അനുവദനീയാക്കി. എന്തൊക്കെ നല്ലതുണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒന്ന് റസൂല് നിരോധിച്ചിട്ടില്ല. സംഭവം കച്ചവടം വലിയ പ്രതിസന്ധിയിലാണ്, ഒരു ലോണൊക്കെ എടുക്കുക, പക്ഷെ നമുക്ക് പറ്റൂലല്ലോ. അങ്ങനെ ഭയങ്കര ഇടങ്ങാറോടുകൂടി അല്ല അത് പറയേണ്ടത്. പലിശ അള്ളാന്റെ റസൂൽ അത് ഹറാമാക്കി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, മക്കത്തെ ആൾക്കാർ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യുക, ലാഭം നേടുക, അതന്നല്ലേ പലിശ. നമ്മൾ പണം മുടക്കുന്നു, ലാഭം വാങ്ങുന്നു. കച്ചവടത്തിലും അതല്ലേ ചെയ്യുന്നത്. നമ്മൾ കുറെ പൈസ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുന്നു. അപ്പൊ ആൾക്കാർ കച്ചവടം പോലെ തന്നെയാണ് പലിശ എന്ന് പറഞ്ഞപ്പോ ഖുർആൻ പറഞ്ഞു അഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു. വഹറമ റിബ, അള്ളാഹു നിങ്ങൾക്ക് പലിശ ഹറാമാക്കിയിരിക്കുന്നു. ഇത് കൃത്യമായിട്ട് പറയാം, പലിശ ഹറാമാണ്. ഹലാലായ കച്ചവടത്തിലേക്ക് ഹറാമായ പലിശയെ കൊണ്ടുവന്നിട്ട് ന്യായീകരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. പലിശയെ ഇന്ന് ഈ സെക്കൻഡിൽ ഇവിടെ ഇരുന്ന ഇരിപ്പിൽ അടക്കാനുള്ളത് എത്രയാണെങ്കിൽ അടച്ചു തീർത്ത് മുറിച്ച് തൗബ ചെയ്ത് ഇന്ന് ഈ സെക്കൻഡിൽ ആ ഹറാമിൽ നിന്ന് വിരമിക്കാൻ കഴിയോ? സഹോദരങ്ങളെ, എന്താണ് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഹറാമാക്കുന്നത്? യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, നല്ലതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹു റസൂൽ നിങ്ങളെ അനുവദനീയാക്കാൻ. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, വൃത്തികെട്ടത്, മ്ലേച്ഛമായത്, മോശപ്പെട്ടത്, ഉപദ്രവകരമായി തീരുന്നത് മാത്രമേ റസൂൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? യളഉ അൻഹും ഇസ്റഹും, പലിശ ഹറാമാക്കുമ്പോ, വ്യഭിചാരം ഹറാമാക്കുമ്പോ, മദ്യം ഹറാമാക്കുമ്പോ, ഇത് ചെയ്യൂ ഇത് ചെയ്യൂ ഇത് ചെയ്യൂ, ഇത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുമ്പോ യളഉ അൻഹും ഇസ്റഹും, അവരിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽഅഗ്ലാലല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുള്ള ചങ്ങലകളൊക്കെ പൊട്ടിച്ച് അവരെ രക്ഷപ്പെടുത്തുകയാണ് റസൂൽ ചെയ്യുന്നത്. എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദി ഉൻസില മഅഹു, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ,
അവർക്കാണ് ദുനിയാവിലും പരലോകത്തൊക്കെ വിജയങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു അവനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സൂക്ഷിക്കുന്ന, ശ്രദ്ധിക്കുന്ന, അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരിക്കാനും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും അക്ഷരം പ്രതി ജീവിതത്തിൽ പകർത്താനും എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുകയും നമുക്ക് അതിനുള്ള തൗഫീഖും ഈമാനും നൽകി നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.